ജൂൺ 5 ഈസ്റ്ററിൻ്റെ 7-ാം ആഴ്ചയിലെ വ്യാഴാഴ്ച. യോഹന്നാൻ 17 20 മുതൽ 26 വരെ വാക്യങ്ങൾ. നോർവേയിലെ ഒരു സാധാരണ ഗ്രാമത്തിലെ ഏകദേശം 100ഓളം കുട്ടികൾ ഒത്തുകൂടി. ബിഷപ്പ് അവരോട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന ഈ കെട്ടിടത്തെ എന്താണ് വിളിക്കുന്നത്? എല്ലാവരും ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു: പള്ളി അല്ലെങ്കിൽ ദേവാലയം. ദേവാലയത്തെ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നിരവധി കൈകൾ ഉയർന്നു. അതിൽ ഒരു കുട്ടി പറഞ്ഞു: നമ്മുടെ വളർച്ചയ്ക്കായി. ആ ഉത്തരത്തിൽ ബിഷപ്പ് സന്തുഷ്ടനായി. അദ്ദേഹം വീണ്ടും ചോദിച്ചു: നമ്മുടെ വളർച്ചയ്ക്കാണെന്ന് പറയുന്നതെങ്കിൽ എന്തിൻ്റെ വളർച്ചയ്ക്കാണത്? ആ കുട്ടി പറഞ്ഞു: നമ്മുടെ ഹൃദയത്തിലുള്ള നിത്യജീവൻ്റെ വളർച്ചയ്ക്കായി. ബിഷപ്പ് ഇത്രയും നല്ലൊരു ഉത്തരം ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. ആ കുട്ടിയുടെ അധ്യാപകർക്ക് പോലും എവിടെ നിന്നാണ് അവന് ഈ ആശയം ലഭിച്ചുവെന്ന് അറിയില്ലായിരുന്നു. പുസ്തകങ്ങളിലൊന്നും അത് കണ്ടെത്താനായില്ല. ഏതായാലും ബിഷപ്പ് ഈ ആശയം മറ്റുള്ളവരുമായിട്ട് പങ്കുവച്ചു. എന്താണ് ഒരു സമൂഹം എന്ന് ഞാൻ ഒരു കൊച്ചുകുട്ടിയിൽ നിന്ന് പഠിച്ചു. ഒരു സമൂഹം എന്നത് പരസ്പരം സഹായിക്കുന്ന, ഹൃദയത്തിലുള്ള നിത്യജീവൻ കെട്ടിപ്പടുക്കുന്ന ആളുകളുടെ ഒരു കൂട്ടമാണ് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് യേശു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന തുടരുന്നതായി കാണാം. അവരെയും അവരുടെ ക്ഷേമത്തെയും കുറിച്ച് വ്യക്തമായും യേശു ശ്രദ്ധാലുവായിരുന്നു. ചിലപ്പോഴൊക്കെ തൻ്റെ ശിഷ്യന്മാർക്കിടയിൽ ഉയർന്നു വന്ന പിരിമുറുക്കവും സംഘർഷവും യേശു മനസ്സിലാക്കിയിരുന്നു. തൻ്റെ പിതാവിനെക്കുറിച്ച് ലോകത്തെ അറിയിക്കുകയും പിതാവ് മഹത്വപ്പെടുകയും ചെയ്യുക എന്നതായിരുന്നു യേശുവിൻ്റെ ദൗത്യം. ഈ പ്രത്യേക ദൗത്യത്തിനായി അവൻ ശിഷ്യന്മാരുടെ ഒരു ചെറിയ സമൂഹത്തെ രൂപപ്പെടുത്തി. ഇന്നത്തെ സുവിശേഷ വായനയിൽ തൻ്റെ പിതാവിനെ വെളിപ്പെടുത്തിയ ഈ ചെറിയ സമൂഹത്തിൻ്റെ ഐക്യത്തിനായി യേശു പ്രാർത്ഥിക്കുന്നു. ഈ ചെറിയ സമൂഹത്തിലൂടെയാണ് ദശലക്ഷക്കണക്കിന് ആളുകൾ പിതാവായ ദൈവത്തെയും പുത്രൻ തമ്പുരാനെയും പരിശുദ്ധാത്മാവിനെയും അറിയാൻ തുടങ്ങിയത്. ഇന്ന് അത് ഒരു ചെറിയ സമൂഹമല്ല. നിങ്ങളും ഞാനും ഇപ്പോൾ ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്. പിതാവിനെ ലോകത്തിന് വെളിപ്പെടുത്താൻ അപ്പോസ്തലന്മാരെ വിളിക്കുകയും അയക്കുകയും ചെയ്തതുപോലെ നമ്മളും അങ്ങനെ ചെയ്യാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. നാം യേശുവിനെ മറ്റുള്ളവരെ അറിയിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, യേശു തൻ്റെ അപ്പോസ്തലന്മാരെ ഒരു ദാനമായി കണക്കാക്കിയതുപോലെ നമുക്ക് ചുറ്റുമുള്ള ആളുകളെയും ദാനമായി കണക്കാക്കാം. ദൈവം നമുക്ക് നൽകിയ ദാനം നാം അവരുടെ അടുക്കിലേക്കാണ് അയക്കപ്പെട്ടിരിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.